സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗം മാറ്റിവെച്ചു. നാളെയാണ് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മുഹമ്മദ് റിയാസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ഓഫർ തെരഞ്ഞെടുപ്പ് ഗിമ്മിക് ആണെന്നായിരുന്നു ആക്ഷേപം. ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം തെരഞ്ഞെടുപ്പ് പ്രഹസനമാക്കരുതെന്നാവശ്യപ്പെട്ട NGO സംഘം സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി വീണ MS ചേരുന്നുണ്ട്. വീണ, സർക്കാരിന്റെ അടുത്ത കുതന്ത്രം ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക് അത് തന്നെയാണ്. എന്തായാലും ഈ യോഗം മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? എന്ത് ന്യായീകരണമാണ് സർക്കാർ നൽകുന്നത്? വീണ. തീർച്ചയായും അശ്വതി, സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം നിലവിൽ 6 അത് 5 ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നാളെ ചേരാനിരുന്നത്. ഈ ഒരു ചർച്ചയിലടക്കം ഉയരുവാനുണ്ടായിരുന്ന സാധ്യതകൾ ഈ പ്രവൃത്തി ദിനം 5 ദിവസമായി ചുരുക്കുമ്പോൾ സമയം കൂട്ടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു ചർച്ചയിലേക്കൊന്നും കടക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് ഇറക്കിയിരിക്കുകയാണ്. അതായത് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം മാറ്റിവെക്കുന്നു. പിന്നീട് ഈ യോഗത്തിന്റെ വിവരങ്ങൾ അറിയിക്കാം, യോഗം എപ്പോൾ ചേരുമെന്നുള്ള വിവരങ്ങൾ അറിയിക്കാമെന്നാണ് ഇപ്പോൾ ഈ ഒരു പൊതുഭരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഒപ്പം തന്നെ മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടല്ല, വൈകാതെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും കേരളം സാക്ഷിയാവാൻ പോവുകയാണ്. ആ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തിരഞ്ഞെടുപ്പ് ഗമ്മിക്ക് നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഭരണത്തിലേറുകയാണെങ്കിൽ സർക്കാർ സംഘടനകളുടെ ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള 6 ദിവസം എന്നുള്ള വർക്കിംഗ് ഡേയ്സ്, അത് പ്രവൃത്തി ദിവസങ്ങൾ 5 ചുരുക്കുമെന്നുള്ളത് സർക്കാരിന്റെ പാർട്ടിയുടെ ഒരു നയമാക്കി മാറ്റുവാനുള്ള ചില ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി ഉയരുന്നുണ്ട്. NGO അസോസിയേഷൻ അടക്കമുള്ളവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു കുതന്ത്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുന്നു എന്നൊരു അറിയിപ്പുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യങ്ങളും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് സർക്കാർ ഈ യോഗത്തിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായി തന്നെ ഇടതുപക്ഷം നൽകുന്ന ഒരു ഓഫറാക്കി ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ NGO സംസ്ഥാന ജനറൽ സെക്രട്ടറി S രാജേഷ് ചേരുന്നുണ്ട്. നമസ്തേ ശ്രീ രാജേഷ്, എന്താണ് ഈ സംഭവിക്കുന്നത്? പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം കുറയ്ക്കുമ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് പൊതുജനങ്ങളുണ്ട്. അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ അത് കൃത്യമായി ഇപ്പോഴും ലഭിക്കുന്നില്ല. ഒരുപാട് ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രവൃത്തി ദിനം കുറയ്ക്കുന്ന ഒരു സംഭവം സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഓഫീസിലെത്തണം എന്നുകൂടി ഒരു അറിയിപ്പ് കൂടി വെക്കേണ്ടതല്ലേ? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. ഈ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ കൃത്യസമയത്ത് എത്തണമെന്ന് ഉള്ളതില് പ്രത്യേകിച്ച് നിർദ്ദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ മിക്കവാറും ഓഫീസുകളെല്ലാം പഞ്ചിങ് ആയി കഴിഞ്ഞു പൂർണ്ണമായി. എല്ലാ ജീവനക്കാരും ഓഫീസിലെത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ചേർത്ത് ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ചുരുക്കണം അല്ലെങ്കിൽ 5 കുറയ്ക്കണമെന്നൊരു സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സർവീസ് സംഘടനകളുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നതുമാണ്. ആ ചർച്ച മാറ്റിവെക്കുകയും ഇപ്പോൾ പൊടുന്നനെ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിനെ വളരെ ധൃതി പിടിച്ച് ഒരു ഓൺലൈൻ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചതായിട്ടാണ് ഒരു അറിയിപ്പ് കിട്ടിയത്. അപ്പൊ ഞങ്ങളപ്പോ അതിനകത്തൊരു നിലപാട് സംഘടന സ്വീകരിച്ചിരുന്നു. ഞങ്ങളത് ആവശ്യപ്പെട്ടിരുന്നു. ഈ ധൃതി പിടിച്ചുള്ള ഒരു ഓൺലൈൻ യോഗമല്ല വേണ്ടത്. ഇത് ഇത്തരം ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നത് നേരിട്ട് തന്നെ ആവണം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കി നേരിട്ടൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്നാണ് NGO സംഘം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും അത് മാറ്റിവെച്ചത് നടപടി സ്വാഗതാർഹമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചു. അത് നേരിട്ടൊരു ചർച്ച നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ രാജേഷ്, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സർക്കാർ ഓഫീസുകളിലെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. NGO സംഘിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിരുന്നു. നാളെയായിരുന്നു സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മുഹമ്മദ് റിയാസ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്.